എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ ഷീല ആന്റിയുടെ പറമ്പിൽ നട്ടിരുന്ന കണിവെള്ളരിയുടെ ഹാർവസ്റ്റിംഗ് വിശേഷങ്ങളാണ് ഉള്ളത്. അപ്പോൾ ഇന്നാണ് നമ്മൾ വിളവെടുക്കുന്നത്. ഇത് ആന്റി കുടുംബശ്രീയുടെ നേതൃത്വത്തിലുള്ള JLG ഗ്രൂപ്പാണ് ഇങ്ങനെ ഒരു കണിവെള്ളരി കൃഷി സ്റ്റാർട്ട് ചെയ്തത്. ആയതിനാൽ ഇന്ന് പഞ്ചായത്തിൽ നിന്നും ഉദ്ഘാടനത്തിനായി പഞ്ചായത്ത് പ്രസിഡന്റും വാർഡ് മെമ്പറും CDSും ഒക്കെ വന്നിട്ടുണ്ട്. ഭാഗമായി വിഷുവിന് കണിവെള്ളരി കൃഷിയുടെ നടിയിൽ ഇവിടെയാണ് ഇവിടെ ഇപ്പോൾ വളരെ ആദായകരമായിട്ടുള്ള ഒരു വിളകളാണ് ഇവിടെയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അതിൻ്റെ വിളവെടുപ്പാണ് ഇന്ന്. അതിനുവേണ്ടി വാർഡ് മെമ്പർ ശ്രീമാൻ രാഘവലാൽ, അതുപോലെ കുടുംബശ്രീ CDS ചെയർപേഴ്സൺ ശ്രീമതി സന്ധ്യ, CDS അംഗം ശ്രീമതി ലില്ലി, ഇതിൻ്റെ JLG RP ശ്രീമതി സൽമ, അതുപോലെ ഈ ഭൂമിയുടെ ഉടമയായിട്ടുള്ള ഷീല, അതുപോലെ ഷീലയുടെ കുടുംബാംഗങ്ങൾ, JLG ഗ്രൂപ്പ് അംഗങ്ങൾ എല്ലാവരെയും ഗ്രാമപഞ്ചായത്തിന് വേണ്ടി ഹൃദയപൂർവ്വം അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. ഇതൊരു മാതൃകയായി ഇത്തരത്തിൽ നമ്മുടെ ഭൂമിയിൽ നമ്മളൊന്ന് പരിശ്രമിച്ചാൽ ധാരാളം വിളവ് നമുക്ക് തന്നെ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി കഴിയും എന്നുള്ളതാണ്. ഇവിടെ കുടുംബശ്രീ വഴിയും കൃഷിഭവൻ വഴിയുമെല്ലാം ധാരാളം പച്ചക്കറി തൈകളും വിത്തുമെല്ലാം നമുക്ക് ധാരാളമായി ഇപ്പോൾ വിതരണം തന്നെ നമുക്ക് രോഗാതുരത ഇല്ലാത്ത ഒരു ജീവിതം ഉറപ്പാക്കുന്നതിന് വേണ്ടി ജൈവ കൃഷിയിലേക്ക് മടങ്ങുക എന്നുള്ള സന്ദേശമാണ് ഇതിൻ്റെ ഭാഗമായി പഞ്ചായത്ത് നൽകുന്നത്. ഇതിനുവേണ്ടി അത്യാവശ്യമായി പ്രവർത്തിച്ച എല്ലാവരെയും അഭിനന്ദിക്കുന്നു. ഈ വിളവെടുപ്പ് ഉത്സവം ഉദ്ഘാടനം ചെയ്തതായി ഗ്രാമപഞ്ചായത്തിലെ കാപ്പിക്കാട് വാർഡിലെ കുടുംബശ്രീയുടെ നേതൃത്വത്തിലാണ് JLG ഗ്രൂപ്പ് ഇങ്ങനെ ഒരു കണിവെള്ളരി കൃഷി വളരെ മനോഹരമായി. ഇതിൻ്റെ നമ്മുടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും ഗ്രാമപഞ്ചായത്ത് അംഗം എന്നുള്ള രീതിയിൽ ഞാനും കൃഷി ഓഫീസറൊക്കെ കൂടെയാണ് വന്നത് ഇതിൻ്റെ നടിയിൽ ഉദ്ഘാടനം വിത്ത് ഉദ്ഘാടനം ചെയ്തത്. പക്ഷേ വിത്തായിട്ട് ഉദ്ഘാടനം ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ചു ഇത്രയും മനോഹരമായി അവർ ചെയ്യുമെന്നുള്ളതിനെ കുറിച്ച് ആശയം ഉണ്ടായിരുന്നു. പക്ഷേ വളരെ മനോഹരമായി ഇപ്പോൾ കണിവെള്ളരി. നമസ്കാരം. ഞങ്ങൾ കാപ്പിക്കാട് വാർഡിലെ വാഴയും കണിവെള്ളരിയാണ് കൃഷി ചെയ്യുന്നത്. കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഓണത്തിനോടനുബന്ധിച്ച് പച്ചക്കറി കൃഷിയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. പിന്നെ നല്ല രീതിയിൽ നമ്മൾ 50 സെന്റ് വസ്തുവിലാണ് ജൈവ രീതിയിൽ പച്ചക്കറി കൃഷി ചെയ്യുന്നത്. അങ്ങനെ പഞ്ചായത്ത് പ്രസിഡന്റ് ദേ ഉദ്ഘാടനമൊക്കെ ചെയ്തേ. ഇത് കാണാനായിട്ട് കുറച്ചു പേരൊക്കെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അതിലൊരാളാണ് നൈബർ എന്ന സ്ഥാനത്തുള്ള ഈ ഞാനും. നമ്മൾ ഈ കണിവെള്ളരി തൈ നട്ട് 20 ദിവസമൊക്കെ കഴിയുമ്പോൾ പൂവും കായും ഒക്കെ വന്ന് തുടങ്ങി. എന്നിട്ടൊരു 40-45 ദിവസമൊക്കെ ആവുമ്പോൾ ഇത് നമുക്ക് കറി വെള്ളരിയായിട്ടും യൂസ് ചെയ്യാൻ പറ്റും. ഇവിടെ വന്ന എല്ലാവർക്കും ഷീല ആന്റി പായസമൊക്കെ നൽകിയേ. നല്ല അടിപൊളി പായസമായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് പഞ്ചായത്ത് പ്രസിഡന്റും കുറച്ചു പേരൊക്കെ പോയി. എന്നിട്ട് നമ്മൾ കുറച്ചു പേർ നിന്ന് കണിവെള്ളരി പറിക്കുവാൻ തുടങ്ങിയേ. സാധാ വെള്ളരിയെക്കാളും ഈ കണിവെള്ളരിയുടെ ഫ്ലഷിന് നല്ല കട്ടിയാണ്. നല്ല രീതിയിൽ ഗോൾഡൻ കളറിലാവേ. നമ്മൾ ദേ ഏകദേശം നല്ല വെള്ളരി എല്ലാം വിളവെടുത്ത് ഇതിന് പഞ്ചായത്ത് വിഷുചന്തയ്ക്കായിട്ട് കൊണ്ടുപോകും. ഇതിന്റെ ഇടയ്ക്ക് സാധാ വെള്ളരി നമുക്ക് കിട്ടി. അതൊക്കെ നമ്മൾ മാറ്റി വെച്ചു. ദേ ഈ വെള്ളരിയുടെ ഷേപ്പ് കണ്ടോ, കറക്റ്റ് മാങ്ങയെ പോലെയല്ലേ കാണാൻ. എന്തായാലും നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ. നമുക്ക് ഫൈനലി ദേ ഇത്രയും വെള്ളരി കിട്ടിയേ. ഞാനും 2 വെള്ളരി ഇതിൽ നിന്ന് വീട്ടിൽ കൊണ്ടുപോയി. ഓണം പോലെ നമുക്ക് സന്തോഷം നൽകുന്ന ഒന്നാണല്ലോ വിഷുവും. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വിഷു ആശംസകളും. ബായ്.